നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ പായസമാണ്. പായസം എന്ന് പറയുമ്പോൾ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ചെറുപയർ പരിപ്പ് പായസമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ചൗരിയും കൂടെ ചേർക്കുന്നുണ്ട്. ചൗരി ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇപ്രാവശ്യത്തെ ഓണത്തിന് പറ്റുകയാണെങ്കിൽ ഈ ഒരു പായസം ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നല്ലൊരു ഓണം ആശംസിക്കുന്നു. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. ഇന്നത്തെ പായസത്തിൽ ഞാൻ കുറച്ച് ചൗരിയും കൂടെ ചേർക്കുന്നുണ്ട്. 250 ml കപ്പിൽ 1/2 കപ്പ് ചൗരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ചൗരി നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് 1-2 പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുക. ഇനി ഇത് കുറച്ച് നേരം കുതിരാനായിട്ട് വെക്കണം. 1 മണിക്കൂർ വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അരമണിക്കൂർ നേരമെങ്കിലും കുതിരാനായിട്ട് വെക്കണേ. അന്നേരം പെട്ടെന്ന് തന്നെ ചൗരി വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ചൗരി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ചൗരി നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതാണ് ആദ്യം ചെയ്ത് വയ്ക്കേണ്ട കാര്യം. ഇനി അടുത്തായിട്ട് ഈ ഒരു പായസത്തിൻ്റെ മെയിൻ ചേരുവ എന്നുള്ളത് ചെറുപയർ പരിപ്പാണ്. ഇതാട്ടോ ചെറുപയർ പരിപ്പ്. ഇംഗ്ലീഷിൽ സ്പ്ലിറ്റ് മൂങ് ദാൽ എന്ന് പറയും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ കഴുകേണ്ട ആവശ്യമില്ല. വറുക്കാനായിട്ട് നമുക്ക് കുക്കറിലോട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിൽ നെയ്യൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുക്കറിലോട്ട് ഇതിപ്പോൾ 250 ml കപ്പിൽ 1 കപ്പാട്ടോ ചെറുപയർ പരിപ്പ് എടുത്തേക്കുന്നത്. ഈ ഒരു പരിപ്പിൻ്റെ കളർ ചെറുതായിട്ട് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അധികം സമയമൊന്നും എടുക്കില്ല. മാക്സിമം ഒരു 5 മുതൽ 6 മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. വറുത്തെടുക്കുമ്പോൾ കൈയെടുക്കാതെ ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ പരിപ്പും ഒരുപോലെ മൂത്ത് കിട്ടണം എന്നില്ല. വറുത്തെടുക്കുമ്പോൾ കരിഞ്ഞു പോകാതെയും ശ്രദ്ധിക്കണേ. അങ്ങനത്തെ കളർ കണ്ടോ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇത്ര മതിയാവും. ഒത്തിരി കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഫ്ലെയിം ഓഫാക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കുക. അപ്പോൾ ഞാൻ 250 ml കപ്പിൽ 1 കപ്പാണ് ചെറുപയർ പരിപ്പ് എടുത്തത്. അതുകൊണ്ട് തന്നെ 4 കപ്പ് വെള്ളം ഒഴിക്കണം. വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോയാൽ കൂടിയാലും കുഴപ്പമില്ല. കൂടെ തന്നെ നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന ചൗരിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുന്നത് ഓപ്ഷണലാണ്. ചേർത്താൽ അടുക്കി പിടിക്കത്തുമില്ല. പ്രത്യേക ഒരു ടേസ്റ്റുമാണ്. ഇത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ലിഡ് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരൊന്ന് വേവിച്ചെടുക്കാം. ഇതിൽ നമ്മൾ ചൗരി കുതിർത്ത് വെച്ചുകൊണ്ട് തന്നെ ചൗരിയും പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. പരിപ്പും ചൗരിയും റെഡിയാകുന്ന സമയത്ത് തന്നെ ശർക്കര ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് പാകത്തിനുള്ള മധുരം ഉണ്ടാകത്തുള്ളൂ. അതല്ല കുറച്ചും കൂടി അധികം മധുരം വേണമെന്നുണ്ടെങ്കിൽ 600 ഗ്രാം ശർക്കര വരെ എടുക്കാം. ഇനി അടുത്തായിട്ട് നാളികേരത്തിൻ്റെ പാലെടുക്കണം. 1 നാളികേരം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2ാം പാലും 1ാം പാലും 2 കപ്പ് 2ാം പാലും 3/4 കപ്പ് 1ാം പാലും നമുക്ക് എടുത്ത് വെക്കാനായിട്ടുണ്ട്. പരിപ്പ് വേഗം വെച്ച കുക്കർ അടുത്ത ഗ്യാസിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഒരു പാത്രത്തിലോട്ട് 1/2 കിലോ ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര പൊടിച്ചതാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 2 കപ്പ് എടുക്കണേ. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ശർക്കര നന്നായിട്ടും തിളച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. നാളികേരത്തിൻ്റെ പാല് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് 1ാം പാലും 2 കപ്പ് 2ാം പാലുമാണ്. ഇത് ഒന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ പരിപ്പും ചൗരിയും റെഡി ആയിട്ടുണ്ട്. ഒരു വിസിലായപ്പോൾ ഫ്ലെയിം ഓഫാക്കി പ്രഷർ പോയതിന് ശേഷമാണ് ലിഡ് ഓപ്പൺ ആക്കുന്നത്. ഇപ്പോൾ നോക്കൂ, പരിപ്പും ചൗരിയും അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് മതിയാകും. അപ്പോൾ നോക്കുക, ആവശ്യമാണെങ്കിൽ ഒരു വിസിലും കൂടി വയ്ക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചൗരി കുതിർത്ത് വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ ചെറുപയർ പരിപ്പിന് അധികം വേവില്ല കേട്ടോ. മാക്സിമം ഒരു വിസിലാകുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. കുക്കർ ചെറുതായതുകൊണ്ട് തന്നെ അടികട്ടിയുള്ളൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പായസം നമുക്ക് കുറച്ചധികം ഇളക്കാനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് വലിയ പാത്രത്തിലോട്ട് മാറ്റുന്നതായിരിക്കും നല്ലത്. ഇതുപോലത്തെ ഒരു ഉരുളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിൽ നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ശർക്കര പാനി ഒഴിക്കുന്നതിന് മുന്നേ ചെറുപയറും ചൗരിയും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ശർക്കര ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെറുപയർ വേഗില്ല. ചെറുപയർ കുറച്ചും കൂടി കട്ടിയാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതിൽ ചേർത്ത 4 കാര്യങ്ങളും, അതായത് നെയ്യും ചൗരിയും പരിപ്പും ശർക്കരയും, ഇവ 4ഉം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ആക്കുമ്പോൾ ഇടയ്ക്ക് ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കണേ. ഇതിൽ ചേർത്ത ചൗരിയും ചെറുപയറൊക്കെ ഇടയ്ക്ക് നമുക്ക് കാണാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ പായസം കുടിക്കുമ്പോൾ ഇതിൽ ചേർത്ത ചൗരി ഇടയ്ക്കൊന്ന് കടിക്കാനായിട്ട് കിട്ടും. പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇത് കുറഞ്ഞതൊരു 10 മുതൽ 15 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ചും കൂടെ കളർ മാറി കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും. ഇതുപോലെ ശർക്കരയിലെ ചെറുപയർ നന്നായിട്ടൊന്ന് വരട്ടെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്.
ഇങ്ങനത്തെ പായസം തയ്യാറാക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ മിക്സാക്കുന്ന സ്പൂൺ ഞാനിപ്പോൾ തടിത്തവിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് നീളമുള്ള തവി എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ പൊട്ടത്തുമില്ല. അങ്ങനത്തെ ഏതാണ്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. മുന്നത്തെക്കാട്ടും കളറുണ്ടോ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ഒന്ന് കുറുകി വന്നിട്ടുമുണ്ട്. ഇതിൽ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ശർക്കര മാത്രം ചേർക്കുമ്പോൾ ചിലപ്പോൾ പായസത്തിലൊരു കുത്തലുണ്ടാവും. അപ്പോൾ അത് മാറാനായിട്ടാണ് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിനി രണ്ടാം പാലാണ് ചേർക്കാനായിട്ടുള്ളത്. അതിന് മുന്നേ ഒരു നുള്ളു ഉപ്പ് ചേർത്തെടുക്കാം. ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന രണ്ടാം പാൽ ചേർത്തെടുക്കാം. 2 കപ്പ് രണ്ടാം പാലാണേ. രണ്ടാം പാലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടും തിളപ്പിച്ചെടുക്കുക. അതായത് ഇതിൽ ചേർത്തേക്കുന്ന ശർക്കരയും ചവ്വരിയും ചെറുപയർ പരിപ്പും രണ്ടാം പാലും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. രണ്ടാം പാലും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കൈയെടുക്കാതെ ഇളക്കണമെന്ന് ആവശ്യമില്ല, എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ മുന്നത്തെക്കാട്ടിലും കുറച്ചും കൂടെ ഒന്ന് കുറുകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുപയർ പരിപ്പും അതുപോലെ ഇതിൽ നമ്മൾ ചവ്വരിയും കൂടെ ചേർത്തുകൊണ്ട് തന്നെ തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ ഈ ഒരു കറക്റ്റ് അളവിൽ തന്നെ എടുക്കണേ. രണ്ടാം പാൽ 2 കപ്പ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് 2 കാര്യങ്ങൾ ചേർക്കാനായിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും 1/4 ടീസ്പൂൺ ഏലം പൊടിച്ചതും കൂടി ചേർക്കാം. ഏലം പൊടിച്ചത് മസ്റ്റായിട്ട് ചേർക്കണം. ചുക്കുപൊടി ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. ചുക്കുപൊടി ചേർത്താൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ വറുത്ത ജീരകം ഉണ്ടല്ലോ, അതും കൂടി പൊടിച്ചും വേണമെങ്കിൽ ചേർക്കും. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. ഇവ രണ്ടും ചേർത്തതിന് ശേഷം 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതായത് എല്ലാ കാര്യങ്ങളും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. അതിനുശേഷം മധുരം നോക്കണേ. മധുരം ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ചേർക്കുക. ഞാൻ മധുരം നോക്കിയോ മധുരം പാകത്തിനാണ്. ഇനി നമുക്ക് ഫ്ലെയിം സിമ്മിലാക്കി വെക്കണം. കാരണം ഇനി നമുക്ക് ലാസ്റ്റ് 1-ാം പാലാണ് ചേർക്കാനായിട്ടുള്ളത്. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് സിമ്മിലാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന 1/4 കപ്പ് 1-ാം പാൽ ചേർത്ത് കൊടുക്കുക. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോവും. ഏതാണ്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതായത് 1-ാം പാൽ ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കണം. അങ്ങനെ നമ്മുടെ പായസം ഏതാണ്ടായിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് നെയ്യിൽ അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും കൂടി ഒന്ന് വറുത്തും കൂടി ചേർക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് നന്നായിട്ട് ചൂടാകുമ്പോൾ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുക. തേങ്ങാക്കൊത്ത് ഒരു 1/4 പരുവാകുമ്പോൾ അണ്ടിപ്പരിപ്പ് ചേർക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ പായസത്തിലോട്ട് ഒഴിച്ചെടുക്കാം. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്വാദേറിയ ചെറുപയർ പായസം. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പായസമാണ്. തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടും. സദ്യ കഴിക്കുമ്പോൾ ലാസ്റ്റ് വാഴയിലയിൽ കുറച്ച് പായസവും അതിൻ്റെ മുകളിലോട്ട് കുറച്ച് പപ്പടവും കൂടെ കൂട്ടി കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതായത് പായസത്തിൻ്റെ മധുരവും പപ്പടത്തിൻ്റെ ഒരു ഉപ്പും അടിപൊളി ടേസ്റ്റാണ്. പ്രാവശ്യത്തെ ഓണത്തിന് പറ്റുകയാണെങ്കിൽ ഈ ഒരു പായസം ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടെ അറിയിക്കാൻ മറക്കരുത്. പറ്റുന്ന പോലെ സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. താങ്ക് യു.